ത്രിത്വൈക ദൈവം നമ്മിൽ വസിക്കുന്ന ആ അനുഭവമാണ് നമ്മുടെ എൻ്റെ അകത്ത് വരുന്നത് നമ്മുടെ വിവാഹ ജീവിതത്തിൻ്റെ രഹസ്യം. ആരുടെ വിവാഹ ജീവിതത്തിൻ്റെ? ഈശോയും ഈശോയുടെ മണവാട്ടിയും. അതൊരു വിവാഹമാണെന്ന് തന്നെ, ഒരു സ്വർഗീയ വിവാഹമാണ്, ഒരാത്മീയ വിവാഹമാണ്. അവിടെ നമ്മൾ പരസ്പരം ലയിക്കുന്ന ഒരു ആന്തരിക ലയനമാണ്. ആ ആന്തരിക ലയനത്തിൽ അമ്മ ത്രേസ്യയും കൊച്ചുത്രേസ്യയും എല്ലാം പറയുന്നത് ഇറ്റ് ഈസ് എ സ്പിരിച്വൽ ഇൻ്റർകോഴ്സ് എന്ന് പറഞ്ഞത്. സ്പിരിച്വൽ, സി ഇൻ മൈ സോൾസ് ഇൻ്റർകോഴ്സ് വിത്ത് ജീസസ് നത്തിങ് ഡ്രൈനെസ് or sleep. Since my beloved wills to sleep, I shall not hinder him. I am too happy in seeing that he does not treat me like a stranger, that he is not constrained with me. He pierces his little ball through and through with pinpricks sore indeed. When it is this tender friend who himself pierces his ball, the pain is not but sweetness. So gentle is his hand, how different when creatures pierce it. As I am happy. അപ്പോൾ ഇങ്ങനെ ഒരു പിയേഴ്സിങ് ലവ്, അതിൻ്റെ രഹസ്യം നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ ക്വാളിറ്റിയാണ്. The quality of prayer. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന മറ്റൊരു സ്ഥലത്ത് കൊച്ചുത്രേസ്യയും അമ്മ ത്രേസ്യയുടെ എല്ലാം പുസ്തകത്തിൽ കാണാം. വളരെയധികം വരണ്ട ഒരവസ്ഥയിൽ ഇങ്ങനെ തോന്നി, സ്വർഗസ്ഥനായ പിതാവ്, സാവധാനം പ്രാർത്ഥിക്കാം. അങ്ങനെ 1 മണിക്കൂർ കൊണ്ട് ഒരു സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു പല പ്രാവശ്യം, ഈശോ പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ എല്ലാ പ്രാർത്ഥനകളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എറ്റേണൽ ഇവൻ്റാണ്. ആ പ്രാർത്ഥനയോട് ചേർന്നാണ് നാം പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന ഉത്ഭവിക്കുന്നത് ദൈവത്തിൽ നിന്നാണെന്നാണ്. Prayer begins from God, not from man. പ്രാർത്ഥനയുടെ അത്യത്ഭുതം ഇതാണ്, that prayer begins not from man but from God. 2560 ഖണ്ഡികയാണ്. ദൈവത്തിൻ്റെ ദാനം എന്താണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ, വെള്ളം തേടി നാം എത്തുന്ന കിണറ്റിൻകരയിൽ വെച്ചാണ് പ്രാർത്ഥനയാകുന്ന മഹാവിസ്മയം നമുക്ക് അനാവൃതമാകുന്നത്. അവിടെ ഓരോ മനുഷ്യജീവിയെയും കണ്ടുമുട്ടാൻ ക്രിസ്തു വന്നു ചേരുന്നു. അവിടെ നിന്നാണ് ആദ്യം നമ്മെ തേടി വന്ന് നമ്മോട് ദാഹജലം ആവശ്യപ്പെടുന്നത്. യേശുവിന് ദാഹിക്കുന്നു. നമ്മെപ്പറ്റി ദൈവത്തിനുള്ള ആഗ്രഹത്തിൻ്റെ അഗാധതയിൽ നിന്നുയരുന്നതാണ് അവിടുത്തെ അഭ്യർത്ഥന. നാം മനസ്സിലാക്കിയാലും അല്ലെങ്കിലും ദൈവത്തിൻ്റെ ദാഹവും നമ്മുടെ ദാഹവും തമ്മിലുള്ള സമാഗമമാണ് പ്രാർത്ഥന. നാം ദൈവത്തിന് ദാഹിക്കണമെന്ന് ദൈവം ദാഹിക്കുന്നു. അപ്പോൾ കിണറ്റിൻകരയിൽ സമരിയാക്കാരിയുടെ അടുത്തേക്ക് ഈശോ വന്നിട്ട് ആരാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്? ഇപ്പോൾ ഈശോ സമരിയാക്കാരിയോട് യാചിക്കുകയാണ്, എനിക്ക് കുറച്ച് വെള്ളം തരുമോ? ഇത് വലിയ രഹസ്യമാണ്. അപ്പോൾ പ്രാർത്ഥന ഉത്ഭവിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്.
മനുഷ്യരിൽ നിന്നല്ല. ഈശോ പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പ്രാർത്ഥനയുടെ ഒരു ക്വാളിറ്റി ഉണ്ടാകാൻ ഇത് മതി, ഈ ഒറ്റ ആശയം മതി. മണവാളൻ മണവാട്ടിയെ കാണാൻ ദാഹിക്കുന്നു. ആ മണവാട്ടി അടുത്ത് വരുമ്പോൾ ആ മണവാട്ടി മണവാളന് കൊടുക്കുന്നു, തന്നെ മുഴുവനായിട്ട് കൊടുക്കുന്നു. അപ്പം മണവാളൻ്റെ ദാഹം അതാണ്. അങ്ങയുടെ വെള്ളച്ചാട്ടങ്ങളുടെ ഇരമ്പൽ കൊണ്ട് ആഴത്തെ വിളിക്കുന്നു, അങ്ങയുടെ തിരമാലകളും ഓളങ്ങളും എൻ്റെ മീതെ കടന്നു പോകട്ടെ. മാത്യൂസേ ഇത്തിരി വെള്ളം. അപ്പോൾ ബൈബിളിൽ സങ്കീർത്തനങ്ങളിൽ ഉള്ള വലിയൊരു രഹസ്യമാണ് ആഴമാഴത്തെ വിളിക്കുന്നു എന്നത്. ഡീപ്പ് കോൾസ് ദ ഡീപ്പ്, ഡീപ്പ് കോൾസ് ദ ഡീപ്പ്. അവിടെ ആദ്യത്തെ ആഴം ഇറ്റ്സ് എ ഇനിഷ്യേറ്റീവ് ഫ്രം ഗാഡ്, ദൈവത്തിൻ്റെ മുൻകൈയെടുക്കലാണ്. അതാണ് ഈശോ ദാഹിച്ച് സമരിയാക്കാരിയുടെ അടുത്തേക്ക് വരുന്നു. ആരാണ് ഇവിടെ മുൻകൈ എടുക്കുന്നത്? ഈശോ. ആ ഈശോയുടെ ദാഹം അല്ലെങ്കിൽ ഈശോയിൽ നിന്ന് ഒഴുകുന്ന കൃപ ഒരു വെള്ളച്ചാട്ടം പോലെയാണ് വരുന്നത്. അതിങ്ങനെ തുള്ളി തുള്ളിയായിട്ടല്ല, ഒരു വെള്ളച്ചാട്ടം പോലെ. അങ്ങനെ വെള്ളച്ചാട്ടം പോലെ ഒഴുകുന്ന ദൈവത്തിൻ്റെ സ്നേഹം, അത് വാങ്ങാൻ നമ്മളൊരു ടംബ്ലറുമായിട്ട് പോയാൽ എന്ത് സംഭവിക്കും? ആ ടംബ്ലറും തെറിച്ചു പോകും. അപ്പം അതിന് വലിയ ഒരു പാത്രം വേണം, അല്ലെങ്കിൽ വലിയൊരു പൈപ്പ് ലൈൻ തന്നെ നമ്മുടെ ആത്മാവിലേക്ക് കണക്ട് ചെയ്യണം. അപ്പം നമ്മുടെ ചില ഹ്യൂമൻ കൺവിക്ഷൻസ് ആണ്, പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി എന്തെങ്കിലും കിട്ടിയാക്കാമോ? ഇല്ല, പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ ഇനിഷ്യേറ്റീവിലൂടെ. അങ്ങയുടെ വെള്ളച്ചാട്ടം, അതിൻ്റെ അടുത്തേക്കേ പോകാൻ നമുക്ക് പറ്റില്ല, അതിൻ്റെ ഒരു ഇരമ്പൽ കേട്ടാൽ മതി നമുക്ക് സമാധാനമായി. കണ്ടോ, വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ നിന്ന് കാണുമല്ലേ ഉള്ളൂ, വെള്ളച്ചാട്ടത്തിൻ്റെ അകത്തേക്ക് നമുക്ക് പോകാൻ പറ്റുമോ? വെള്ളച്ചാട്ടം കാണാൻ പോകണു, എന്തിനാ? അതിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോഴേക്കും ഓ എന്തൊരു ഒഴുക്ക, എന്തൊരു കുളിർമയാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ അകത്തേക്ക് പോയാൽ നമ്മൾ ചത്തുപോകും. എന്ന മാതിരി തന്നെയാണ് ഒരു സ്പിരിച്വൽ എസിറ്റസി എന്ന് പറയുന്നത്. അതിൻ്റെ വലിയ കുത്തൊഴുക്കിൻ്റെ നടുക്ക് നമുക്ക് പോകാൻ പറ്റില്ല, അതിൻ്റെ അടുത്ത് ചെന്നാൽ മതി. അപ്പോൾ ഒന്ന് മനസ്സിലാക്കണം, ദൈവമാണ് ആദ്യം പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിൽ നിന്ന് ഒഴുകുന്ന ആദ്യത്തെ ആ ഇനിസിയേഷൻ അതൊരു വെള്ളച്ചാട്ടം പോലെ വന്ന് നമ്മുടെ ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ആത്മാവ് ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നു. അങ്ങയുടെ വെള്ളച്ചാട്ടങ്ങളുടെ 42-ാം സങ്കീർത്തനമാണത്. മാൻപേടയെ പോലെ ദാഹിക്കുന്നു എന്നുള്ള ആ സങ്കീർത്തനം. ഓക്കെ, അപ്പോൾ ഈശോ പഠിപ്പിച്ച ഈ പ്രാർത്ഥനയുടെ രഹസ്യം, സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് 7 സ്റ്റെപ്സാണുള്ളത്, 7 സ്റ്റെപ്പുകൾ. ആദ്യത്തേത് അതിൻ്റെ ഒരു പ്രിഫേസ് മാതിരിയാണ്, ഒരു ആമുഖം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഈശോയുടെ പിതാവും നമ്മുടെ പിതാവും ഒന്നാണ്. ഈശോ നമ്മുടെ സഹോദരനാണ്. ഈശോ പ്രാർത്ഥിക്കുകയാണ്. ഈശോ ഇങ്ങനെ പ്രാർത്ഥിച്ചില്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവേന്ന്, ഞങ്ങളുടെ പിതാവേ. അപ്പോൾ ഇപ്പോഴും നമ്മൾ സ്വർഗസ്ഥനായ പിതാവ് ചെല്ലുമ്പോൾ ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ ഈശോ അതിൻ്റെ മുന്നിലുണ്ട്. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പ്, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ. കണ്ടോ, ആദ്യത്തെ 3 സ്റ്റെപ്പാണ് ദൈവത്തിൻ്റെ ഇനിസിയേഷൻ. അങ്ങയുടെ അങ്ങയുടെ അങ്ങയുടെ, കണ്ടോ, അങ്ങയുടെ അങ്ങയുടെ അങ്ങയുടെ, അങ്ങയുടെ വിശുദ്ധി.
അങ്ങയുടെ. അപ്പോൾ അങ്ങയുടെ വിശുദ്ധി വെള്ളച്ചാട്ടം പോലെ നമുക്ക് തരാൻ തയ്യാറാണ്. അങ്ങയുടെ രാജ്യം, അങ്ങയുടെ കരുണാർദ്രമായ സ്നേഹം, അങ്ങയുടെ ക്ഷമ, അങ്ങയുടെ ജ്ഞാനം. അതിനുശേഷമുള്ള മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് നമ്മുടെ പ്രാർത്ഥനയുടെ പ്രധാന രഹസ്യം. അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ എന്നിലാകട്ടെ. സ്വർഗത്തിൽ എങ്ങനെയാണ് അങ്ങയുടെ ഹിതം? സ്വർഗത്തിൽ എല്ലാവരും അങ്ങയുടെ ഹിതവുമായിട്ട് കൂട്ടി വളക്കിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് അങ്ങയുടെ ഹിതം മാത്രം മതി. അതാണ് കൊച്ചുരേശി എപ്പോഴും പറയാറില്ല, എനിക്ക് എൻ്റെ ഹിതമനുസരിച്ച് ഒന്നും ചെയ്യണ്ട, കാരണം ഞാനൊരു സൃഷ്ടിയാണ്, അങ്ങോ സൃഷ്ടാവും. അതുകൊണ്ട് അങ്ങയുടെ ഹിതം എന്തോരം വലിയ ഉൾക്കാഴ്ചയോടെ ആയിരിക്കും. എനിക്ക് അങ്ങയുടെ ഹിതം മാത്രം മതി. അപ്പോൾ ഈ 3 സ്റ്റെപ്പ് സ്വർഗസ്ഥനായ പിതാവ് സാവധാനം ചെല്ലണം. അങ്ങനെ ഈ 3 സ്റ്റെപ്പിൽ അങ്ങയുടെ വിശുദ്ധി, അങ്ങയുടെ രാജ്യം, മൂന്നാമത്തേത് അങ്ങയുടെ ഹിതം. ഞാൻ എൻ്റെ ഈ ജോലിയെല്ലാം വിട്ട് സ്വർഗരാജ്യത്തിന് വേണ്ടി ഇറങ്ങണമെന്നുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായപ്പോൾ ആരും എന്നെ അതിന് സപ്പോർട്ട് ചെയ്യുന്നില്ല. എനിക്കും മനസ്സിലാവുന്നില്ല, ഞാനൊരു കുടുംബസ്ഥനായ ഞാൻ, ഭാര്യയും പിള്ളേരും ഒക്കെ ഉള്ള ഞാൻ എങ്ങനെ ജീവിക്കും? കർത്താവ് പറയാണ്, നീ ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവയെ ഞാൻ തീറ്റിപ്പോറ്റുന്നില്ലേ? എങ്കിൽ നീ അവരെക്കാൾ ശ്രേഷ്ഠനല്ലേ? അപ്പം അവരെ തീറ്റിപ്പോറ്റുന്നതിന് മുമ്പ് ഞാൻ നിന്നെ തീറ്റിപ്പോറ്റും. ഐ ബിലീവ്ഡ്, ഞാൻ വിശ്വസിച്ചു. എനിക്കൊരു സ്റ്റൈഫൻഡോ ഒരു റെമ്യൂണറേഷനോ ഒരു പോക്കറ്റ് മണിയോ എങ്ങും ആരിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കാതെ ദൈവം തന്നെ കൊണ്ടുവന്ന് തരുന്ന ഒരു പ്രതിഭാസത്തിലേക്ക് ഞാൻ നീങ്ങി. അന്ന് എന്നെ ഏറ്റവും പിടിച്ച് നിർത്തിയ പ്രാർത്ഥനയാണ് അങ്ങയുടെ ഹിതം, എൻ്റെ ഹിതമല്ലാന്ന് ഞാനിങ്ങനെ കൂട്ടിച്ചേർക്കും. ഇന്ന് 25 വർഷമായി ഇപ്പോൾ ഐ ആം ലിവിങ് ഇൻ ഡിവൈൻ പ്രോവിഡൻസ്. എവിടെ നിന്നോ ആരിൽ നിന്നോ എങ്ങനെയോ എല്ലാം കൃത്യസമയത്ത് കർത്താവ് അത് കൊണ്ടുവരും. അതുമാത്രമല്ല, ആ ഡിവൈൻ പ്രോവിഡൻസിൽ മാത്രം, അല്ലെങ്കിൽ അവിടുത്തെ ഹിതത്തെ മാത്രം നോക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ വെള്ളച്ചാട്ടം നമ്മളിലേക്ക് ഒഴുകണത്. അതാണ് നിങ്ങളുടെ വിളിയുടെയും പ്രത്യേകത. നമുക്ക് ലൗകികമായിട്ട് ഒരുപാട് ആകർഷണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടാകും. ഇതൊന്നും വേണ്ട എന്ന് നമ്മൾ വയ്ക്കുന്നുണ്ടെങ്കിലും അത് കാണുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് വലിച്ചു പോവുകയാണ്. അതിന് കാരണം the perfect, when it comes, the imperfect will go away. പാമ്പിൻ്റെ പടം പൊഴിയുന്നത് പുതിയത് വരുമ്പോഴാണ് എന്ന പോലെ നമ്മളിൽ പുതിയ ബോധ്യം, ദൈവരാജ്യം, ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണമായി കഴിയുമ്പോൾ, നമ്മുടെ ആത്മാവ് ആ യേശുവുമായിട്ട് ലയിച്ചു കഴിയുമ്പോൾ, നമ്മൾ യേശുവിൻ്റെ സ്വന്തമായെന്ന പ്രാർത്ഥനയിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് മറ്റൊന്നിലും ഒരാകർഷണം തോന്നുന്നില്ല. ഞാൻ എന്തോരം രാജ്യങ്ങളിൽ പോകുന്നു, പക്ഷേ എനിക്ക് അവിടുത്തെ മനോഹാരിതയോ അവിടുത്തെ തോട്ടങ്ങളോ അവിടുത്തെ സൈറ്റ് സീയിങ്ങിലോ ഒന്നിലും ഒരു താല്പര്യം തോന്നാറില്ല. അവർ പറയും ഇവിടെ നല്ല ഐ ഹാവ് നോ ടൈം. നമുക്കതിന് സമയമില്ല. നമ്മുടെ സമയം നമ്മൾ ഓൾറെഡി വെച്ച് മാറിയിരിക്കുന്നു കർത്താവിന്. അപ്പോൾ ആ ബോധ്യത്തോടെ നമുക്കൊന്നിങ്ങനെ പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വെള്ളച്ചാട്ടം, ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന ഈശോ ആഗ്രഹിക്കുകയാണ്, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് കുടിക്കാൻ തരാമോ? എനിക്ക് നിൻ്റെ ആത്മാവിന് വേണ്ടി ഞാൻ ദാഹിക്കുന്നു. ഈശോയുടെ ദാഹത്തെ എപ്പോഴും മനസ്സിൽ കാണണം. കുരിശിൽ കിടന്നും ഈശോ പറഞ്ഞത് എനിക്ക് ദാഹിക്കുന്നു.
ഈശോയ്ക്ക് ഒരേ ഒരു ദാഹമേ ഉള്ളൂ, ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം. അതൊരിക്കലും ശമിക്കാത്ത ദാഹം. ആത്മാക്കളെ നേടുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ. ആത്മാക്കളെ നേടുക. നീ ഒരനുഗ്രഹമാകും. നീ ലോകത്തെ കീഴടക്കും. നീ ഭൂമിയുടെ ഉപ്പാണ്. നീ ലോകത്തിൻ്റെ വെളിച്ചമാണ്. നമ്മൾ ചെയ്യുന്ന അപ്പോസ്റ്റലേറ്റ് എന്തു തന്നെ ആയാലും അതിൻ്റെ എല്ലാം ഉള്ളിൻ്റെ ഉള്ളിലുള്ള പദ്ധതി ആത്മാക്കളെ നേടുക എന്നതാണ്. അതിന് നമ്മുടെ ഉള്ളിൽ തന്നെ ദൈവത്തിൻ്റെ കത്തുന്ന എരിയുന്ന ജ്വാല, ആ സ്നേഹാഗ്നി ജ്വാലയിൽ സമർപ്പിക്കപ്പെട്ട ഒരു ഹോമബലിയായി നമ്മൾ നീങ്ങുമ്പോൾ എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റും. കമ്മ്യൂണിറ്റിയിൽ നമ്മളൊരു ദീപമായിരിക്കും. നമ്മുടെ ശുശ്രൂഷാ മേഖലയിൽ നമ്മൾ ജ്വലിക്കും. ഓ ഈശോയെ, എന്നിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവമേ, എൻ്റെ ആത്മാവിനെ ജ്വലിപ്പിക്കണമേ. വെള്ളച്ചാട്ടം പോലെ അങ്ങയുടെ പരിശുദ്ധാത്മാവും അങ്ങയുടെ കൃപയും എൻ്റെ ആത്മാവിലേക്ക് ഒഴുക്കണമേ. സ്പിരിച്വൽ ഇൻ്റർകോഴ്സ്, മണവാളൻ മണവാട്ടിയുമായിട്ട് ലയിക്കുന്ന സമ്പൂർണ്ണ ലയനമാണ്. ആ സമ്പൂർണ്ണ ലയനത്തിൽ എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഇരുട്ട് മുറിയിൽ മണവാളനും മണവാട്ടിയും ദൈവാത്മാവും നമ്മുടെ ആത്മാവും ഒന്നായിരിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങ് പരമപരിശുദ്ധനാണ്. സകല പരിശുദ്ധിയുടെയും ഉറവിടമാണ്. അങ്ങിൽ നിന്ന് യേശുക്രിസ്തു വഴിയായി പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ സർവവും വിശുദ്ധീകരിക്കപ്പെടുന്നു. വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവമേ, എന്നെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ്. എന്നാൽ അങ്ങ് തന്നെ വിശുദ്ധീകരിച്ച് നീതീകരിച്ച് മഹത്വീകരിക്കുന്ന അനുഭവം എനിക്ക് തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓ ദൈവമേ, ഞാൻ അങ്ങയുടേതാണ്, അങ്ങൻ്റേതും. പൂർണ്ണമായോ വരുമ്പോൾ എന്നിലുള്ള എല്ലാ അപൂർണതയും അകലും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ എല്ലാ അപൂർണതയും അങ്ങേക്കറിയാം. അങ്ങ് അവയെല്ലാം മാറ്റി എന്നെ വിശുദ്ധിയുടെ പടവുകൾ കയറ്റും എന്നും എനിക്കറിയാം. എൻ്റെ ആത്മാവിൽ തുളച്ചു കയറണമേ. എൻ്റെ ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു വരണമേ. അടുത്ത സ്റ്റെപ്പ്, അന്നു വേണ്ട ആഹാരം എനിക്ക് നൽകണേ. എൻ്റെ ആത്മാവിൻ്റെ ഭക്ഷണം ദൈവം തന്നെയാണ്. ജീവിക്കുന്ന ദൈവം, ജീവൻ്റെ അപ്പം, ജീവൻ്റെ വചനം, ജീവൻ്റെ ജലം, ഇതെല്ലാം എൻ്റെ ആത്മാവിൽ ഒഴുക്കണമേ. ഈ ലോകത്തിലെ നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്, ഞങ്ങളെ വിളിച്ചിരിക്കുന്നത്.
ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ആ ജീവൻ്റെ അപ്പം, ജീവൻ്റെ ജലം, ജീവൻ്റെ വെളിച്ചം, ജീവൻ്റെ വചനം എൻ്റെ ആത്മാവിൽ നിറയുമ്പോൾ എല്ലാവരോടും ക്ഷമിക്കാൻ എനിക്ക് പറ്റും. ക്ഷമിക്കാനുള്ള അധികാരം എനിക്ക് തന്നിട്ടുണ്ട്. ഞങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കും. ഇപ്പോൾ എന്നോട് വിഷമിക്കുന്ന, എന്നെ വിഷമിപ്പിച്ചിട്ടുള്ള എല്ലാവരോടും ഞാൻ ക്ഷമിക്കുന്നു. ഈശോയെ, അങ്ങ് എന്നോടും ക്ഷമിക്കുമെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. എന്നെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. എല്ലാ തിന്മകളുടെയും ആരംഭം പ്രലോഭനമാണ്. ആ തിന്മയുടെ വേരിന് കോടാലി വയ്ക്കണം. തിന്മകളുടെ വേരാകുന്ന പ്രലോഭനത്തെ തന്നെ പിഴുതു മാറ്റണേ. എല്ലാ അശുദ്ധിയിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ. ഡെലിവർ us Lord from all evil. അശുദ്ധാത്മാവിൻ്റെയും അശുദ്ധിയുടെയും എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും അങ്ങ് തന്നെ എന്നെ മോചിപ്പിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഈ രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. സ്വർഗസ്ഥനായ പിതാവ് സാവധാനം. ഞാൻ ഇന്നലെ കൊച്ചു തന്നില്ല, ഒരു പേഴ്സണൽ പെയർ ലീഫ്ലെറ്റ് തന്നില്ല. എല്ലാവർക്കും കിട്ടിയോ? ഇല്ലെങ്കിൽ അതിവിടെ വേറെ ഉണ്ട്, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്കും വേണമെങ്കിൽ കൊണ്ടുപോകാം. അത് വെച്ച് എന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഏതാണ്ട് ഈ ഫോർമാറ്റിലാണത്. ആന്തരിക വിശുദ്ധീകരണത്തിൻ്റെ പ്രാർത്ഥനയാണത്. അപ്പോൾ നിങ്ങൾ രാവിലെ മെഡിറ്റേഷൻ സമയത്തോ എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു ആഴ്ചയിലൊരു റിഫ്ലക്ഷനുള്ള സമയത്ത് ആ പ്രാർത്ഥന ഒന്ന് പ്രാർത്ഥിച്ച് നോക്ക്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. വിശുദ്ധ കുർബാനയാണ് എല്ലാത്തിൻ്റെയും സമ്മിറ്റ്. അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ സമയം കിട്ടിയില്ല. ഇത്രമാത്രം ചിന്തിക്കുക. ഈശോയുടെ ആ ബലി അന്ന് സംഭവിച്ചത് അനന്തതയിലേക്ക് മാറി. അത് നമ്മൾ ആ ബലിയിൽ പങ്കുചേരുന്നു. ആ ബലിയിൽ നമ്മൾ പങ്കുചേരുന്നു. വിശുദ്ധ കുർബാനയിൽ കൃപ മാത്രമല്ല, കൃപയുടെ ദാതാവിനെ തന്നെ നമുക്ക് തരുന്നു. പരമപരിശുദ്ധനായ ദൈവം പിതാവ് യേശുക്രിസ്തു വഴിയായി പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ സകലത്തെയും ഉജ്ജീവിക്കുന്നു. ആ ബോധ്യത്തോടെ വിശുദ്ധ കുർബാനയിൽ പൂർണ്ണമായ ഇന്നലെ നമ്മൾ കേട്ട ആ രൂപാന്തരീകരണം, വെള്ളം വീഞ്ഞാക്കുന്ന പ്രക്രിയ, അത് നടന്നാലേ നമ്മളിൽ നിന്നുള്ള പാപം മാറുള്ളൂ. ദൈവം വന്നിരിക്കുന്നത് പാപം ക്ഷമിക്കാൻ വേണ്ടി മാത്രമല്ല, പാപം ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വിശുദ്ധി നമുക്ക് നൽകിക്കൊണ്ട്, കൃപ കൊണ്ട് നിറച്ചുകൊണ്ട് പാപം ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മുടെ കഴിവുകൊണ്ടല്ല, ദൈവം നമ്മളെ പുതിയ സൃഷ്ടിയാക്കി മാതാവിനെ പോലെയാക്കും. പിന്നെ നമുക്ക് പാപം ചെയ്യാൻ പറ്റില്ല. അതാണ് വിശുദ്ധ യോഹന്നാൻ്റെ ലേഖനത്തിൽ പറയുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, അവന് പാപം ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ദൈവ ചൈതന്യം അവനിൽ കുടികൊള്ളുന്നു. അങ്ങനെ ഒരവസ്ഥയാണ് ദൈവം നമുക്ക് തരുന്നത്. അതിനുവേണ്ടി ദാഹിക്കുക. തീർച്ചയായിട്ടും ഇറ്റ് ഈസ് പോസിബിൾ. അത് 100% സാധിക്കുന്നതാണ്. പക്ഷേ എന്നിരുന്നാലും പടിപടിയായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റിലാണ്. താങ്ക് യു.